നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്കായി 24,000 കോടി രൂപ അനുവദിച്ചു കേന്ദ്ര മന്ത്രിസഭാ യോഗം. 100 കർഷക ജില്ലകൾ വികസിപ്പിക്കും. 1.7 കോടി കർഷകർക്ക് പ്രയോജനം ലഭിക്കും. കീമിൽ ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ച് സുപ്രീം കോടതി. കേരള സിലബസുകാർക്ക് തിരിച്ചടി. അപ്പീൽ നൽകില്ലെന്ന് കേരളം. നിലവിലെ റാങ്ക് പട്ടിക അനുസരിച്ച് അലോട്ട്മെന്റുകൾ തുടരും. തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. രോഗബാധിതരായ നായ്ക്കളെ ദയാവധം നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകും. കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ചാകും നടപടിയെന്ന് മന്ത്രിമാരായ എം ബി രാജേഷും ജെ ചിഞ്ചുറാണിയും. സംസ്ഥാനത്ത് വീണ്ടും നിപ. പാലക്കാട് നിപ ബാധിച്ച് മരിച്ചയാളുടെ മകനും രോഗം സ്ഥിരീകരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരിശോധനയിൽ. ശബരിമല ട്രാക്ടർ യാത്രാ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച സർക്കാർ. ട്രാക്ടർ ഡ്രൈവറുടെ മേൽ കുറ്റം ചുമത്തി കേസെടുത്ത് പമ്പ പോലീസ്. റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. FIRൽ MR അജിത് കുമാറിനെ കുറിച്ച് പരാമർശമില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫ് മെഹദി. മാപ്പ് നൽകില്ലെന്നും ദൈവനീതി നടപ്പാക്കണമെന്നും പ്രതികരണം. പ്രതീക്ഷ കൈവിടാതെ ഇന്നും നിർണായക ചർച്ചകൾ. പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജനയ്ക്ക് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭ. കാർഷിക ജില്ലകളുടെ വികസനത്തിന് 24,000 കോടി രൂപ അനുവദിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത്. നിലവിൽ 11 മന്ത്രാലയങ്ങളിലായി ചിതറിക്കിടക്കുന്ന 36 പദ്ധതികൾ സംയോജിപ്പിച്ചാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുക. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 100 ജില്ലകളിൽ പദ്ധതി നടപ്പാക്കും. 1,70,00,000 കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 6 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കും. തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും സംരംഭങ്ങളും സർക്കാർ ഒരുക്കും. കീം പ്രവേശനത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി. പ്രവേശനത്തിൽ ഇടപെടാതെ സുപ്രീം കോടതി. ഈ വർഷം പ്രവേശനം പഴയ രീതിയിൽ തന്നെ തുടരും. അപ്പീൽ നൽകില്ലെന്ന് കേരളം വ്യക്തമാക്കി. പഴയ മാനദണ്ഡ പ്രകാരമുള്ള പുതിയ കീം റാങ്ക് പട്ടിക അടിസ്ഥാനമാക്കി പ്രവേശന നടപടികൾ തുടരാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ വർഷം ഇനി റാങ്ക് പട്ടികയിൽ ഒന്നും ചെയ്യാനാവില്ലെന്നും പ്രവേശന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ ഈ ഘട്ടത്തിൽ ഇടപെടുന്നത് അനിശ്ചിതത്വത്തിന് ഇടയാക്കുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. കേസ് 4 ആഴ്ചയ്ക്കകം കേൾക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി സംസ്ഥാനമടക്കം എല്ലാ കക്ഷികൾക്കും മറുപടി സത്യവാങ്മൂലമായി സമർപ്പിക്കാൻ നോട്ടീസ് അയച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യുന്നില്ലെന്ന് സർക്കാരും കോടതിയെ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് അപ്പീൽ നൽകാത്തതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്തിന് എപ്പോൾ വേണമെങ്കിലും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ട് എന്നായിരുന്നു കേരള സിലബസ് വിദ്യാർത്ഥികളുടെ വാദം. CBSE വിദ്യാർത്ഥികൾ തടസ്സ ഹർജിയും നൽകിയിരുന്നു. കാര്യമായ നിയമപ്രശ്നങ്ങളില്ലെങ്കിൽ ഇക്കൊല്ലത്തെ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികളിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രോസ്പെക്ടസിൽ കേരള സർക്കാർ വരുത്തിയ മാറ്റത്തെ സംശയിക്കുന്നില്ല. എന്നാൽ പുതിയ നയം കൊണ്ടുവരുമ്പോൾ അക്കാര്യം മുൻകൂട്ടി പ്രഖ്യാപിക്കണമായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാട്ടിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകി. സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരും ഭൂരിഭാഗം സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരും ഇല്ലാത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോരും വിദ്യാർത്ഥികളെ ബാധിക്കുന്നതായി VD സതീശൻ പറഞ്ഞു. കീം പരീക്ഷയുടെ ഫലം വരുന്നതിന് തൊട്ടുമുമ്പ് റാങ്ക് പട്ടികയുടെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയിൽ ദുരൂഹതയെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും വിദ്യാഭ്യാസ കച്ചവടക്കാരുമായുള്ള സർക്കാരിന്റെ ഒത്തുകളിയാണിതെന്നും V മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ എൻട്രൻസ് പരീക്ഷകളുടെ വിശ്വാസ്യത തന്നെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ കച്ചവടക്കാരുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് കേരളത്തിലെ എൻട്രൻസ് എക്സാമിനേഷനെ മുഴുവൻ തകർത്ത വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക്
അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ വിലയിരുത്തൽ. ആരെ സഹായിക്കാനാണ് ഈ നിലപാടുകളിൽ മാറ്റം വരുത്തിയത്, ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത്? എന്തായിരുന്നു ആ മാറ്റം വരുത്താനുള്ള ചേതോവികാരം? ഇത് വിദ്യാഭ്യാസ കച്ചവടക്കാരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളി, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് മാറ്റം എന്നുള്ളതിനപ്പുറത്ത് ഈ നയമാറ്റത്തിൻ്റെ പിന്നിൽ മറ്റൊരു കാരണവും കണ്ടെത്താൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും കണ്ടെത്താൻ കഴിയില്ല. രോഗബാധിതരായ തെരുവ് നായ്ക്കളുടെ ദയാവധം നടത്താം. മൃഗസംരക്ഷണ തദ്ദേശ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ചാകും ദയാവധം നടപ്പാക്കുക. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടലുമായി സർക്കാർ. ഇനി രോഗം ബാധിച്ച തെരുവുനായ്ക്കളുടെ ദയാവധം നടത്താം. ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി എം. രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ദയാവധം നടത്താൻ അനുമതി നൽകും. മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമപ്രകാരമാണ് ഈ അനുമതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുക. വെറ്റിനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രത്തോടെ കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ചാകും ദയാവധം നടത്തുക. രോഗബാധിതമാണ് എന്ന് സർക്കാർ കാണുന്ന, സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരും അതിലുൾപ്പെടും, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ അതിനെ യുത്തനേസിയയ്ക്ക് ദയാവധത്തിന് വിധേയമാക്കാനുള്ള ഒരു പ്രൊവിഷൻ ABC റൂൾ പ്രകാരമല്ല, ഈ ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് പ്രകാരം ABC റൂൾസിന് ശേഷം നിലവിൽ വന്നതാണ്. അതുപ്രകാരം സെക്ഷൻ 8A പ്രകാരം ഒരു പ്രൊവിഷനുണ്ട്. അത് ഉപയോഗപ്പെടുത്തും. ഒറ്റ കാര്യമേ ഉള്ളൂ, വെറ്റിനറി സർജൻ, വെറ്റിനറി ഡോക്ടർ ഇത് രോഗബാധിതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം. 152 പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി എം. രാജേഷ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രവർത്തിക്കാൻ അനുയോജ്യമായ സ്ഥലം പഞ്ചായത്തുകളും കോർപ്പറേഷനും ഏർപ്പാടാക്കണം. നായ്ക്കളെ പിടിക്കാനുള്ള ആളുകളെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നിയമിക്കും. പദ്ധതി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ABC ചട്ടങ്ങളിൽ ഇളവ് നൽകാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും നിപ. പാലക്കാട് നിപ ബാധിച്ച് മരിച്ചയാളുടെ മകനും രോഗം കണ്ടെത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. TK അരവിന്ദൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അരവിന്ദൻ, വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നിപ ബാധയിൽ വലിയ ജാഗ്രത തുടരുമ്പോഴാണ് വീണ്ടും നിപ സ്ഥിരീകരിക്കുന്നത്. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? സമ്പർക്ക പട്ടികയെ സംബന്ധിച്ചൊക്കെ വിവരം വന്നിട്ടുണ്ടോ? അഖില, തീർച്ചയായും മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിപ വളരെയധികം ആശങ്കാജനകമായി വർദ്ധിക്കുകയാണ്. ഇന്നാണ് 32 വയസ്സുകാരനെ നിപ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട പാലക്കാട് ജില്ലയിലെ 57-കാരന്റെ മകനാണ് ഇന്ന് നിപ സ്ഥിരീകരിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ നിപ സ്ഥിരീകരിച്ചത്. ഈ കൂടുതൽ സ്ഥിരീകരണത്തിനായി സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് നാളെ മാത്രമേ വരികയുള്ളൂ. ഇതിനെ തുടർന്ന് ഈ പ്രദേശത്തുള്ള ചിങ്ങേരി പ്രദേശത്തുള്ള 17 വാർഡുകൾ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കർശന ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ 3 കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ അത് 685 ഇന്ന് സമ്പർക്ക പട്ടിക പുതുക്കിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ മരിച്ച 32-കാരൻ രോഗം സ്ഥിരീകരിച്ച 32-കാരന്റെ സമ്പർക്ക പട്ടിക എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നുണ്ട്. പോലീസിന്റെ സഹായം ഇക്കാര്യത്തിന് തേടുന്നുണ്ട്. എന്തായാലും കൂടുതൽ ജാഗ്രതയോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അഖില. ശരി, അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്നു. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകരുത് എന്ന വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ നിർദ്ദേശം തള്ളി സർവകലാശാല. അനിൽകുമാർ ഇന്നും ഔദ്യോഗിക വാഹനത്തിൽ സർവകലാശാലയിലെത്തി. അതിനിടെ യൂണിവേഴ്സിറ്റിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ രജിസ്ട്രാർ പോരെ രൂക്ഷമാകുന്ന നടപടികളാണ് ഇന്നും ഉണ്ടായത്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകരുതെന്ന VCയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥർ തള്ളി. ഇന്നും രജിസ്ട്രാർ KS അനിൽകുമാർ എത്തിയത് ഔദ്യോഗിക വാഹനത്തിലാണ്. എനിക്ക് സ്വന്തമായ വാഹനമില്ല, സർവകലാശാലയുടെ വാഹനമാണ്.
വാഹനത്തിന്റെ താക്കോൽ പിടിച്ചെടുക്കാൻ സെക്യൂരിറ്റി ഓഫീസർക്കും രജിസ്ട്രാറിന്റെ ചുമതലയുള്ള മിനി കാപ്പനുമാണ് VC നിർദ്ദേശം നൽകിയിരുന്നത്. അനിൽകുമാറിനെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് കയറ്റരുതെന്നും ഫയലുകൾ കൈമാറരുതെന്നുമുള്ള നിർദ്ദേശവും നേരത്തെ സർവകലാശാല തള്ളിയിരുന്നു. അതേസമയം സർവകലാശാലയിലെ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. VCക്ക് യൂണിവേഴ്സിറ്റിയിൽ കയറാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും SFIയുടെയും ഇടത് സംഘടനാ ജീവനക്കാരുടെയും ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യൂണിവേഴ്സിറ്റിയിൽ കയറുന്നത് വിലക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 25-ാം തീയതി സർവകലാശാലയുടെ സെനറ്റ് ഹാളിലുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം സർവകലാശാലയുടെ പ്രവർത്തനം ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇടത് യുവജന സംഘടനകളും അതുപോലെ തന്നെ SFIയും ഈ സർവകലാശാലയെ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള സമരങ്ങളാണ് അഴിച്ചുവിട്ടത്. അതിനിടെ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം സുഗമമാക്കണമെന്നും വിദ്യാർത്ഥികൾക്ക് സേവനം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് KSU യൂണിവേഴ്സിറ്റി വളപ്പിൽ മാർച്ച് നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. സ്വകാര്യ ബസ് ഉടമകൾ മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മന്ത്രി KB ഗണേഷ് കുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഒന്നും വേണ്ട, ഇപ്പം പെർമിറ്റ് എടുക്കാൻ വരുന്ന ആളിന് വണ്ടി വേണ്ട, അപേക്ഷ കൊടുക്കണ്ട, അവര് അപേക്ഷ മാത്രം ഇട്ടാൽ മതി, പൈസ പോലും അടയ്ക്കണ്ട. അത് പെർമിറ്റ് അനുവദിച്ചതിന് ശേഷം ഇതൊരു കച്ചവടമാണ് കേരളത്തിൽ. സാധാരണക്കാരായ സ്ത്രീകളെയും പ്രവാസികളെയൊക്കെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ബസ്സിന് പെർമിറ്റ് ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു പഴയ പൊത്ത ബസ് എടുത്തുകൊണ്ടിരും. ഈ ബസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിന്റെ പെർമിറ്റ് ഉണ്ടെന്ന് അവർ അങ്ങനെ ടെമ്പററി പെർമിറ്റിന് അപേക്ഷ കൊടുത്തേ പറ്റൂ, കൊടുത്തിട്ട് ഇത് പെർമനന്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞ ആളുകളെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു വ്യാജ കച്ചവടം കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് സംഘടനകൾ പൂർണ്ണമായി അംഗീകരിച്ചു, അത് തെറ്റാണെന്ന് അവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി മേലിൽ പുതിയ പെർമിറ്റുകളെല്ലാം പുതിയ വണ്ടികൾ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ വണ്ടികൾ കൊണ്ടുവരണം. പുതിയ വണ്ടി ഇന്നത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ഇന്ത്യയിലെ നിലവാരം അനുസരിച്ച് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പുതിയ വണ്ടി കൊണ്ടുവന്നാൽ മാത്രമേ ഇനി പുതിയ പെർമിറ്റ് ഉള്ളൂ. അല്ല വെറുതെ ഈ കടലാസ് എഴുതി കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം സംഘടനകളും അംഗീകരിച്ചാണ്. അത് വല്ലാത്തൊരു മത്സരമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് വേണം എന്നുള്ള കാര്യവും അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തു. കാരണം വണ്ടികൾ തമ്മിലുള്ള അകലം നഗരങ്ങളിൽ 5 മിനിറ്റും റൂറൽ ഏരിയയിൽ 10 മിനിറ്റും അകലം വേണം എന്നുള്ളൊരു പ്രപ്പോസൽ അത് ട്രാൻസ്പോർട്ട് കമ്മീഷണറും റോഡ് സേഫ്റ്റി കമ്മീഷണറും നൽകിയൊരു ശുപാർശയുണ്ട്. അത് ഗവൺമെന്റ് മുമ്പിലുണ്ട്. അക്കാര്യത്തിൽ സംഘടനകൾ യോജിച്ചു. കാരണം ഈ അനാവശ്യമായ മത്സരം ഈ വ്യവസായത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ തള്ളിക്കയറ്റം ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിനൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. ഈ പ്രധാനമായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പെർമിറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ ആ ഒരു പെർമിറ്റിന്റെ കാര്യം 140 കിലോമീറ്ററിന് മേലുള്ള വണ്ടികൾക്ക് ലിമിറ്റഡ് സ്റ്റോപ്പായിട്ട് ഓടാൻ പറ്റില്ല എന്നുള്ളൊരു നോട്ടിഫിക്കേഷനായിട്ട് അത് കോടതിയുടെ പരിഗണനയിരുന്നൊരു വിഷയമാണ്. വീണ്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള നടപടികളാണ് KSRTC സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയോട് ആലോചിച്ചതിന് ശേഷം അദ്ദേഹം നിർദ്ദേശിക്കുന്ന പോലെ ഇക്കാര്യം ചെയ്യാം. അത് അവരോട് സംസാരിച്ചുകൊണ്ട് അവർ കൂടുതൽ ആലോചിച്ചതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിൻവലിച്ചവരോട് സന്തോഷമുണ്ട്. പിൻവലിക്കാത്തവർ എത്രയും വേഗം പ്രശ്നങ്ങൾ മനസ്സിലാക്കി. കാരണം അവരോട് ഞങ്ങൾക്ക് ചോദിക്കാം, 99% കാര്യവും ഈ ചർച്ചയിൽ ഉന്നയിച്ച ഏതാണ്ട് കാര്യങ്ങളെല്ലാം 95% കാര്യമെങ്കിലും തീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. കാരണം അത് ന്യായമായ എല്ലാ കാര്യങ്ങളും. ഈ തർക്കം വന്നൊരു കാര്യം ഈ പോലീസ് വെരിഫിക്കേഷൻ, അതിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല. വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഈ മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, അത്തരത്തിലുള്ളവരെ കൊണ്ട് കേരളത്തിൽ വണ്ടി ഓടിക്കാൻ അത് KSRTCയിലും അനുവദിക്കില്ല, പ്രൈവറ്റ് ബസ്സിലും അനുവദിക്കില്ല. KSRTCയിലും പുതുതായി എല്ലാവരുടെയും പോലീസ് വെരിഫിക്കേഷൻ. KSRTC ജീവനക്കാർ, സ്ഥിരം ജീവനക്കാർക്ക് അതെല്ലാം ഉണ്ട്. ടെമ്പററി ആയിട്ട് എടുക്കുന്നവർക്കെല്ലാം അത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഷിഫ്റ്റിൽ എടുക്കുന്നു. ഇപ്പോൾ ഷിഫ്റ്റിൽ ആൾക്കാരെ എടുക്കുന്നുണ്ട് പുതുതായിട്ട്. ഷിഫ്റ്റിൽ ആളെ എടുക്കുമ്പോൾ ഇത് നിർബന്ധമാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയാം, വീട്ടിലെ വഴക്ക്, പൊളിറ്റിക്കൽ സമരങ്ങൾ, അങ്ങനെയുള്ള വിഷയമൊന്നും എടുക്കാൻ പാടില്ല. ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുക, അല്ലെ നമുക്ക് FIR നോക്കിയാൽ അറിയാമല്ലോ. പോലീസ് ക്ലിയറൻസിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ FIR കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പൊ അത് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കുക, കൊലപാതകങ്ങൾ, ഹാബിച്വൽ ക്രൈം ചെയ്യുക, വളരെ റാഷായിട്ട് വണ്ടി ഓടിച്ച് 4-5 പേരെ കൊല്ലുക, പിന്നെ അങ്ങനെയുള്ള കേസുകളേ ഉള്ളൂ. പിന്നെ മയക്കുമരുന്നിന്റെ ഒരു വിഷയം, അത് ഉപയോഗിക്കുന്നവരായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവരായിട്ട് കണ്ടുപിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പാടില്ല എന്നുള്ളത്. അത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ഉടമസ്ഥർക്കും അറിയാം അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പിന്നെ ആളെ കിട്ടാനുള്ള പ്രയാസമുണ്ട്. പക്ഷെ അവർ പൊന്നുവെച്ച ഒരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഡ്രൈവർ കണ്ടക്ടർ ആകണമെങ്കിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ അപ്പിയർ ചെയ്തിരിക്കണം, ജയിക്കണമെന്നില്ല. പക്ഷെ അത് കുറയ്ക്കാൻ തീരുമാനിച്ചു. 7ാം ക്ലാസ് കഴിഞ്ഞാലും കണ്ടക്ടർ ലൈസൻസ് കൊടുക്കാൻ. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ ഒരു പാഠഭാഗം പറയുന്നില്ല.
ഡ്രൈവിംഗ് ലൈസൻസിൽ ഏതുവരെ പഠിക്കണമെന്ന് പറയുന്നില്ല, അപേക്ഷിച്ചാൽ കൊടുക്കാം. പക്ഷെ ഇതിൽ ഒരു ലിമിറ്റ് 10ാം ക്ലാസ് എന്ന് വെച്ചു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ചെറുപ്പത്തിൽ തന്നെ ബസ്സിൽ പഠിത്തം ഡ്രോപ്പായിട്ടായി പോയ ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരെ പരിഗണിച്ചുകൊണ്ട് അവർ ഒരു ആശയം മുന്നോട്ട് വെച്ചു. ആശയം അംഗീകരിക്കുന്നു. 7ാം ക്ലാസ് മുതലുള്ള ആളുകൾക്ക് 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടക്ടർ ടെസ്റ്റ് എഴുതാൻ പറ്റും. അപ്പോൾ കൂടുതൽ കണ്ടക്ടർമാരെ തൊഴിലവസരമാണ്, കുറച്ചുകൂടി കണ്ടക്ടർമാരെ അവൈലബിൾ ആക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവർ മെഷീൻ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മതി. അതൊക്കെ പറ്റും. അതൊക്കെ ഒരു കോമൺ സെൻസ് വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കാര്യം മാറ്റം വരുന്നുണ്ട്. ഇതുവരെ കേരളത്തിൽ ഇല്ലാത്തൊരു പുതിയ മാറ്റമാണ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സംസാരിച്ചത്. 14 വർഷത്തോളമായി ഈ വിദ്യാർത്ഥി കൺസെഷൻ മാറ്റിയിട്ട് 2 കമ്മിറ്റി നിയോഗിച്ചായിരുന്നു. ഒന്ന് രാമേന്ദ്രൻ കമ്മീഷൻ. സ്വകാര്യ ബസ് ഉടമകൾ ഉന്നയിച്ച ചില ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമരം പിൻവലിച്ചിരിക്കുകയാണ്. കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ അപ്പീലിനെതിരെ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാർ. ഗവർണറുടെ അപ്പീൽ പരിഗണിക്കുന്നതിന് മുമ്പ് സർക്കാരിന് പറയാനുള്ളത് കൂടി കേൾക്കണമെന്നാണ് തടസ്സ ഹർജിയിൽ പറയുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും VC-മാരുടെ നിയമനം നടത്തണമെന്നാണ് ഗവർണർ നൽകി അപ്പീൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ സാഹചര്യത്തിൽ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള പുതിയ VC-മാരുടെ പട്ടികയും സർക്കാർ ഗവർണർക്ക് കൈമാറി. എന്നാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതിനാൽ സർക്കാർ നൽകിയ VC-മാരുടെ പട്ടിക ഗവർണർ പരിഗണിച്ചില്ല. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന മുൻ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറി ശരിവെച്ചത്. റിപ്പോർട്ടിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയോ എന്നതിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷേഖ് ദർവേസ് സാഹിബായിരുന്നു. ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായി തൃശൂരിലുണ്ടായിരുന്നിട്ടും MR അജിത് കുമാർ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കമ്മീഷണർ അങ്കിത് അശോകും തിരുവമ്പാടി വിഭാഗവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി എന്ന് മന്ത്രി K രാജൻ MR അജിത് കുമാറിനെ അറിയിച്ചിരുന്നു. പിന്നീട് പൂരം കലങ്ങിയപ്പോൾ മന്ത്രി രാജൻ ADGPയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയില്ല. ഡ്യൂട്ടിയുടെ ഭാഗമായ സ്ഥലത്തുണ്ടായിട്ടും ADGP വിഷയത്തിൽ ഇടപെട്ടില്ല എന്നത് കൃത്യനിർവഹണത്തിലെ ഗുരുതര വീഴ്ചയെന്നും നടപടി വേണമെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. DGPയുടെ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയും ശരിവെച്ച് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് അറിയേണ്ടത്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടും ആഭ്യന്തര വകുപ്പിന്റെ മുന്നിലുണ്ട്. അതേസമയം പൂരം കലക്കലിൽ ഭരണമുന്നണിയിൽ നിന്ന് CPIയുടെ സമ്മർദ്ദവും സർക്കാരിന്മേലുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാതെ ഏറെ നാൾ മുന്നോട്ടു പോകാൻ ആഭ്യന്തര വകുപ്പിനാകുകയുമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്രയിൽ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസ്. പമ്പ പോലീസാണ് കേസെടുത്തത്. ഇതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. MR അജിത് കുമാറിനെ കുറിച്ച് FIR-ൽ പരാമർശമില്ല. ഡ്രൈവർ ട്രാക്ടർ ഓടിച്ചത് അലക്ഷ്യമായിട്ടാണ് എന്നും 12-ന് രാത്രി 9-ന് പമ്പയിൽ നിന്ന് 3 പേരെ കയറ്റിയെന്നും 13-ന് ഉച്ചയ്ക്ക് മരക്കൂട്ടത്ത് നിന്ന് 2 പേരെ കയറ്റിയെന്നും FIR-ൽ പറയുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളുള്ളതായും പരാമർശമുണ്ട്. ശബരിമലയിലേക്ക് ADGP MR അജിത് കുമാർ നടത്തിയ ട്രാക്ടർ യാത്രയെ വിമർശിച്ച് ഹൈക്കോടതി. സംഭവം ദൗർഭാഗ്യകരമായി പോയി എന്നും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്നും അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമാണെന്ന് വ്യക്തമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നും വിമർശനം. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന കോടതിയുടെ കർശന നിർദ്ദേശം മറികടന്നായിരുന്നു ADGPയുടെ നടപടി. സംഭവത്തിൽ പത്തനംതിട്ട SP-യോട് കോടതി റിപ്പോർട്ട് തേടി. ദേവസ്വം ബോർഡും വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. സർക്കാർ സർക്കുലറും അനുബന്ധ ഉത്തരവുകളും റദ്ദാക്കി. ഡ്രൈവിംഗ് ടെസ്റ്റിന് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമാക്കാനായി ഗതാഗത കമ്മീഷണർ ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങളിൽ പറഞ്ഞിരുന്നു. പഴയ വാഹനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമല്ലെന്നും കമ്മീഷണർ പറഞ്ഞിരുന്നു. എന്നാൽ ഏകപക്ഷീയമായി വാഹന നിരോധനം അടിച്ചേൽപ്പിക്കുന്നു. ഇത് യുക്തിപരമല്ലെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഉറച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുക്കൾ. നിമിഷപ്രിയയ്ക്ക് മാപ്പില്ലെന്നും ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കി. എന്നാൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന് കുടുംബത്തിലെ ചിലർക്ക് അഭിപ്രായമുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. കുടുംബാംഗങ്ങളെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്.
നിമിഷപ്രിയക്ക് മാപ്പില്ലെന്നും ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നുമായിരുന്നു കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദോ മഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താ മഹദി പ്രതികരിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ച വിധി വരുന്നതിന് മുൻപ് BBC-ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അബ്ദുൾ ഫത്താ മഹദിയുടെ പ്രതികരണം. അടുത്ത കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സൂചന. തലാലിനെ കൊലപ്പെടുത്തിയത് ക്രൂരമായാണെന്നും വൈകിയാലും ശിക്ഷ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏറെ നീണ്ടുനിന്ന നിയമവ്യവഹാരം മൂലവും കുടുംബം ഏറെ പ്രയാസം അനുഭവിച്ചതായി സഹോദരൻ ചൂണ്ടിക്കാട്ടുന്നു. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ല. ഇന്ത്യൻ മാധ്യമങ്ങളിൽ കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുന്നതിൽ ഖേദമുണ്ടെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. സത്യത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളിലും വിഷമമുണ്ട്. എന്തു തർക്കമായാലും എന്തു കാരണം കൊണ്ടായാലും ഒരു കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും സഹോദരൻ വ്യക്തമാക്കി. BBC-ക്ക് നൽകിയ അഭിമുഖത്തിന് പിന്നാലെ ഇതേ കാര്യങ്ങൾ തലാലിന്റെ സഹോദരൻ സാമൂഹ്യ മാധ്യമങ്ങളിലും ആവർത്തിച്ചു. മധ്യസ്ഥ ശ്രമങ്ങളെക്കുറിച്ച് ഇപ്പോൾ കേട്ടതെന്നും പുതിയ കാര്യങ്ങളല്ലെന്നും വർഷങ്ങൾക്കിടെ പലതവണ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എത്ര കാലതാമസമെടുത്താലും ഒരു സമ്മർദ്ദവും പിന്തിരിപ്പിക്കില്ലെന്നും സഹോദരൻ വ്യക്തമാക്കി. അതിനിടെ കുടുംബത്തിലെ മറ്റു പലരും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന നിലപാടിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ടുതന്നെ ചർച്ച ഇനിയും നീളുമെന്നാണ് സൂചന. കുടുംബാംഗങ്ങളെ അനുനയിപ്പിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ്. അതേസമയം വിഷയത്തിൽ പരസ്യ പ്രതികരണം ഒഴിവാക്കാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. യമനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. അനാവശ്യ തർക്കങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങളെ ബാധിക്കുമെന്നതിനാലാണ് ഇത്. തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നും കേന്ദ്രം സൂചന നൽകിയിട്ടുണ്ട്. ഇനി ഒരറിയിപ്പുണ്ടാകും വരെ വധശിക്ഷ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് വിധിപ്പകർപ്പിലുള്ളത്. എന്നാൽ കേസ് ഇനി എന്ന് പരിഗണിക്കുമെന്ന് ഉത്തരവിലില്ല. കുടുംബവുമായി ദിയാധനത്തിൽ ചർച്ച നടക്കുന്നുവെന്നും ഇതിൽ തീരുമാനമാകുന്നതുവരെ വധശിക്ഷ നടപ്പാക്കരുത് എന്നുമായിരുന്നു ഹർജി. ഇത് അംഗീകരിച്ചാണ് കോടതി വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവച്ചതെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചിക മണിയനും മകൾ 1.5 വയസ്സുകാരി വൈഭവിയും ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെയും എംബസിയെയും കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. വിഭഞ്ചികയുടെ മരണത്തിൽ മൃതദേഹം എന്തുകൊണ്ട് നാട്ടിലെത്തിക്കണമെന്നും ഭർത്താവിനല്ലേ അവകാശമെന്നും ഹൈക്കോടതി ചോദിച്ചു. മാതൃസഹോദരിക്ക് എങ്ങനെ ആവശ്യം ഉന്നയിക്കാനാകുമെന്നും കോടതി ചോദിച്ചു. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അടുത്ത ബന്ധുക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇരുവരുടെയും മരണം സംശയാസ്പദമായ സാഹചര്യത്തിലാണെന്നും കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യമുണ്ട്. വിഭഞ്ചികയുടെ അമ്മയും സഹോദരനും ഇപ്പോൾ ഷാർജയിലാണ്. വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തിൽ ഷാർജയിലും നിയമപോരാട്ടം ശക്തമാക്കി കുടുംബം. വിഭഞ്ചികയുടെ സഹോദരൻ ഷാർജയിലെത്തി. വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകും. കോൺസുലേറ്റിലെത്തി സഹോദരൻ അധികൃതരെ കാണും. വിഭഞ്ചികയുടെ മരണത്തിന് കാരണക്കാരായവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിഭഞ്ചികയുടെ ബന്ധു ശ്രീജിത്ത് അമൃത വാർത്തകളോട് പറഞ്ഞു. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൺലി കോൺസുലേറ്റിനും മാത്രമേ നമ്മളിപ്പോ സഹായിക്കാൻ പറ്റൂ. കാര്യം ഇവിടുത്തെ പ്രകാരം അത് ഹസ്ബൻഡിനാണ് ഡിസിഷൻ എടുക്കാനുള്ള അധികാരം. ഒരിക്കലും അവർ നമുക്ക് വിട്ടുതരില്ല. അപ്പൊ കോൺസുലേറ്റ് ഇടപെട്ടാൽ മാത്രമാണ് നമുക്കത് ലഭിക്കാനൊരു സാധ്യതയുള്ളൂ. ഇന്നലെ കോൺസുലേറ്റിന്റെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് ഇന്നലെ അവർക്കത് ക്രിമേഷൻ നടത്താതെ അത് ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയത്. കോൺസുലേറ്റിനെ വിളിച്ചിട്ട് വിഭഞ്ചികയുടെ ഭർത്താവിനെ സംസാരിച്ചിട്ട് ആണ് ഇന്നലെ അത് സോൾവ് ചെയ്തത്. കാര്യം അവർക്ക് വിഭഞ്ചികയുടെ ബോഡി വിട്ടുതരാൻ അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ കുഞ്ഞിന്റെ ബോഡി വിട്ടുതരില്ല, അവർക്ക് അതിവിടെ സംസ്കരിക്കണമെന്നാണ് അവര് നിർബന്ധം പറയുന്നത്. ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഇന്നിപ്പോ കോൺസുലേറ്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു പരാതി കൂടി ഇന്നാണ് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ അതിൽ നമുക്കിത് അപ്രൂവലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ നമുക്ക് കോൺസുലേറ്ററായി ബന്ധപ്പെട്ടു. കോൺസുലേറ്ററാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. ഇതില് അവരുടെ ഇടപെടലുണ്ടായി മാത്രമേ നമുക്കത് സാധ്യമാവൂ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ ഇവിടെ കുട്ടിയുടെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം എന്താണ് അദ്ദേഹത്തിന്റെ ഡിസിഷൻ അതേ നടപ്പാക്കാൻ പറ്റും. നിതീഷുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നില്ല. നിതീഷിന്റെ ബ്രദറിലോ നമ്മളായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ നിതീഷിന് മാനസികമായി അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് നമ്മൾ അദ്ദേഹം അറിയിച്ചത്. നിതീഷിന് ട്രാവൽ ബാൻ ഉള്ളതുകൊണ്ട് നിതീഷിന് നാട്ടിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ നിതീഷിന് ഇവിടെ അടക്കാൻ ചെയ്യണമെന്നാണ് നിതീഷിന്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം നമ്മൾ അറിയിച്ചത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. കാര്യം നമ്മൾ ഇവിടെയും പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അതേപോലത്തെ സ്ത്രീധന അങ്ങനത്തെ പരാതികളല്ല.
കാര്യം ഇവിടെ വെച്ച് അനുഭവിച്ച അവള് ഗാർഹിക പീഡനം, അതുപോലെ മാനസിക പീഡനം, അതിനെതിരെ പിന്നെ നമുക്ക് അതിനുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകളൊക്കെ അവൾ തന്നെ പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മാനസികമായിട്ടുള്ളത് പിന്നെ ഈ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവള് സൂയിസൈഡ് ചെയ്യുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ടും ആ സാധനം പ്രൊസീഡ് ചെയ്ത് അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു പരാതി ഉണ്ടായിട്ട് ഇവിടുത്തെ പോലീസിന് കൈമാറും. കാര്യം സൂയിസൈഡ് ഇച്ച ക്രൈം, അതാണ് ക്രൈം തന്നെയാണ്. പക്ഷെ അതിലേക്ക് എത്തിച്ചത് ഇദ്ദേഹത്തിന്റെ ഈ നിരുത്തരവാദപരമായ പെരുമാറ്റത്തിലൂടെയാണ് എന്നുള്ളത് ഒരു പരാതിയായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും അനുകൂലമായ നടപടി പ്രതീക്ഷിച്ചു. കാലിക്കറ്റ് സർവകലാശാല BA 3ാം സെമസ്റ്റർ മലയാളം സിലബസിൽ നിന്ന് വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാൻ ശുപാർശ. വേടന്റെ പാട്ടിനെതിരെ BJP സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് നൽകിയ പരാതിയെ തുടർന്നാണ് ഡോക്ടർ MM ബഷീറിനെ അന്വേഷണത്തിനായി VC നിയോഗിച്ചത്. അന്വേഷണ റിപ്പോർട്ടിലാണ് പാട്ട് ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയത്. BJP സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് ചാൻസലർക്ക് നൽകിയ പരാതിയെ തുടർന്ന് VC അന്വേഷണത്തിനായി നിയോഗിച്ച ഡോക്ടർ MM ബഷീറാണ് വേടന്റെ പാട്ട് ഒഴിവാക്കാനായി ശുപാർശ നൽകിയത്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന റാപ്പ് സംഗീതവും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും കാലിക്കറ്റ് സർവകലാശാലയുടെ താരതമ്യ പഠന വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഒഴിവാക്കാൻ ശുപാർശ നൽകിയത്. BA 3ാം സെമസ്റ്റർ പാഠഭാഗത്തിൽ നിന്നും ഇത് ഒഴിവാക്കണമെന്ന് കാണിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രന് MM ബഷീർ റിപ്പോർട്ട് നൽകി. പാട്ടൊഴിവാക്കാൻ പരാതി നൽകിയതിനെക്കുറിച്ച് സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ്. ഹിരൺദാസ് മുരളിയെ അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം. കഞ്ചാവ് കയ്യിൽ വെച്ചു എന്നുള്ളതായിരുന്നു കേസ്. നേരത്തെയാണെങ്കിൽ മീറ്റു പോലെയുള്ള കേസുകളിൽ ആരോപണ വിധേയനുമാണ്. അത്തരത്തിലൊരു വ്യക്തിയെ എന്തിനു വേണ്ടി യുവസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു മാതൃകയാകുന്ന വിധത്തിൽ BA കുട്ടികൾ പഠിക്കുന്ന ഒരു പാഠപുസ്തകത്തിൽ സിലബസിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ചോദ്യവും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാട്ടിൻ്റെ ഉള്ളടക്കവും, ഈ രണ്ട് കാരണങ്ങളാണ്. കഥകളി സംബന്ധിച്ച താരതമ്യ പഠനത്തിനുള്ള ഗൗരി ലക്ഷ്മിയുടെ പാട്ടും ഒഴിവാക്കാൻ സ്വന്തം നിലയ്ക്കും ഡോക്ടർ MM ബഷീർ ശുപാർശ നൽകിയിട്ടുണ്ട്. ഡോക്ടർ MM ബഷീർ നൽകിയ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ഇനി ചർച്ച ചെയ്യുമോ അതോ VC സ്വന്തം അധികാരം ഉപയോഗിച്ച് പാട്ടൊഴിവാക്കുമോ എന്നാണ് അറിയാനുള്ളത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. GST സ്ലാബ് പുനഃക്രമീകരണത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തത്വത്തിൽ അനുമതി നൽകിയതായി റിപ്പോർട്ട്. സ്ലാബ് മാറ്റങ്ങളും നടപടിക്രമങ്ങൾ ലളിതമാക്കലുമാണ് പരിഷ്കാരങ്ങളുടെ ഭാഗമായി പരിഗണിക്കുന്നത്. സംസ്ഥാനങ്ങളുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം മാറ്റങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കും. GST നടപ്പിലാക്കിയിട്ട് 8 വർഷമാകുമ്പോഴാണ് ആദ്യ പരിഷ്കരണത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പച്ചക്കൊടി നൽകിയിരിക്കുന്നത്. അടുത്ത മാസം നടക്കുന്ന GST കൗൺസിലിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. GST സ്ലാബുകൾ 3ആയി കുറയ്ക്കാനാണ് ശ്രമം. നികുതി യുക്തിസഹമാക്കുന്നതിന്റെ ഭാഗമായാണിത്. നിലവിൽ 5, 12, 18, 28% എന്നിങ്ങനെ 4 നിരക്കുകളിലാണ് GST ഈടാക്കുന്നത്. ഇതിൽ 12% നികുതി നിരക്ക് ഒഴിവാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വിഭാഗത്തിൽ വരുന്നവ 5%-ലേക്കോ 12%-ലേക്കോ മാറ്റിയേക്കും. ഇതിലൂടെ ചില വസ്തുക്കൾക്ക് വില കുറയും, മറ്റ് ചില വസ്തുക്കൾക്ക് വില കൂടുകയും ചെയ്യും. കരകൗശല വസ്തുക്കൾ പോലുള്ളവയുടെ വില കുറയാൻ സാധ്യതയുണ്ട്. സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് നിലവിൽ 12% GST പരിധിയിൽ വരുന്നത്. അതിനാൽ തന്നെ സാധാരണക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ആദായ നികുതി ഇളവ് വരുത്തുന്നതിന് സമാനമായ രീതിയിൽ ഇളവ് വരുത്താനാണ് കേന്ദ്ര സർക്കാർ നീക്കം. ഇത് നിരക്ക് ഘടന ലളിതമാക്കുമെങ്കിലും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും 80,000 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതാണ് സംസ്ഥാനങ്ങളുടെ വിയോജിപ്പിന് കാരണം. BJP ഇതര സംസ്ഥാനങ്ങൾ ഇത് എളുപ്പത്തിൽ അംഗീകരിക്കാനിടയില്ല. ഇക്കാര്യത്തിൽ സമവായമുണ്ടാക്കുകയാണ് കേന്ദ്രത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുകയാണ്. ഇനി വരുന്ന GST കൗൺസിൽ യോഗത്തിൽ സ്ലാബ് പരിഷ്കരണങ്ങളിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കൗൺസിലിന്റെ അവസാനത്തെ യോഗം നടന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിച്ചതിനെ തുടർന്ന് ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ജാനകി വി എന്ന തിരുത്തലോടെ പ്രദർശനാനുമതി ലഭിച്ചെന്ന് ഹർജിക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് നഗരേഷ് ഹർജി തീർപ്പാക്കിയത്. സിനിമയുടെയും കഥാപാത്രത്തിന്റെയും പേര് പുരാണ കഥാപാത്രവുമായി സാമ്യമുണ്ടെന്നും മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന വാദമാണ് സെൻസർ ബോർഡ് കോടതിയിൽ ഉന്നയിച്ചത്. ന്യായാധിപൻ പ്രത്യേക പ്രദർശനത്തിൽ ചിത്രം കാണുന്ന അപൂർവതയും ജാനകി കേസിലുണ്ടായി. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് LDF ഭരണസമിതി രാജിവെക്കുക, ആരോഗ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്.
ആധുനിക രീതികളിലൂടെ തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ കൊഴുത്തുറ സർക്കാർ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തീരദേശ സംരക്ഷണത്തിനായി ജിയോ ട്യൂബ് സ്ഥാപിക്കുന്നതിനായി ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നും ജിയോ ട്യൂബ് സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ കേരളത്തിലെ തീരമേഖലയിൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CR മഹേഷ് MLA അധ്യക്ഷനായി. KC വേണുഗോപാൽ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് U ഉല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളികൾക്ക് മറക്കാനാകാത്ത സമാനതകളില്ലാത്ത രക്ഷാദൗത്യം നടന്ന ഷിരൂർ മണ്ണിടിച്ചിലിന് ഇന്ന് 1 വർഷം തികയുന്നു. കോഴിക്കോട് സ്വദേശിയായ അർജുൻ ഉൾപ്പെടെ 9 പേർക്കാണ് കഴിഞ്ഞ വർഷം ശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും ഗംഗാവലിപ്പുഴയിലെ അതിശക്തമായ ഒഴുക്കിലും ജീവൻ നഷ്ടമായത്. ഷിരൂർ വെറുമൊരു സ്ഥലപ്പേരല്ല, ഒരാളുടെ ജീവന് വേണ്ടി ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നടത്തിയ രക്ഷാദൗത്യത്തിന്റെ ഉദാത്ത മാതൃകയാണത്. അപകട സ്ഥലത്ത് നടത്തിയ 72 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ഈ ദുരന്തത്തിൽപ്പെട്ട 2 പേരെ ഇന്നും കണ്ടെത്താനായിട്ടില്ല എന്നത് തീരാ ദുഃഖമായി അവശേഷിക്കുന്നു. 2024 ജൂലൈ 15 രാത്രിയായിരുന്നു കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിലേക്കുള്ള ദേശീയപാതയുടെ ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണത്. ആ സമയത്ത് അതുവഴി കടന്നു പോവുകയായിരുന്ന വാഹനങ്ങൾ പുഴയിലേക്ക് പതിച്ചു. മണ്ണിടിച്ചിലുണ്ടായി. ചിലർ കുടുങ്ങിയതായി സംശയമെന്ന വാർത്ത മാത്രമാണ് ആദ്യം വന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറി കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടതോടെ ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം പുറം ലോകം അറിഞ്ഞു. അർജുന്റെ ഫോണിൽ നിന്ന് ലഭിച്ച സിഗ്നൽ പ്രദേശം പരിശോധിച്ചപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാകുന്നത്. ദേശീയപാതയിൽ നിന്ന് കാണാതായ ലോറിയെ അടിസ്ഥാനമാക്കി 3 ഘട്ടങ്ങളിലായാണ് തിരച്ചിൽ നടന്നത്. ഇടയ്ക്ക് മഴ അതിശക്തമായതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തി. പിന്നീട് മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും സിദ്ധരാമയ്യയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിന് ശേഷമാണ് 3ാം ഘട്ട തിരച്ചിൽ പുനരാരംഭിച്ചത്. 72ാം ദിവസം പുഴയുടെ അഴിമുഖത്ത് നിന്ന് അർജുൻ ഓടിച്ചിരുന്ന ലോറി ക്രെയിൻ ഉപയോഗിച്ച് കരക്കെത്തിച്ചു. ലോറിയുടെ ഉള്ളിൽ നിന്ന് അർജുന്റെ മൃതദേഹം കണ്ടെത്തി. DNA പരിശോധനയിലൂടെ അത് അർജുന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് ഷിരൂർ മുതൽ കോഴിക്കോട് വരെ അർജുന്റെ മൃതദേഹം എത്തിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് യാത്രാമൊഴി നൽകാനായി എത്തിയത്. ലോറിയുടമ മനാഫ്, കാർവാർ MLA സതീഷ്, മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ, മഞ്ചേശ്വരം MLA AK അഷ്റഫ് തുടങ്ങി ഷിരൂരിൽ തിരച്ചിലിനു വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച നിരവധി പേരാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളായത്. അമൃത ന്യൂസ്, കോഴിക്കോട്.